ഹലോ കൂട്ടുകാരെ, ഞാൻ റൌഫ്. അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്നല്ലേ, നല്ല നാടൻ മുള്ളൻചക്ക വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് ഞാനിവിടെ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മുള്ളൻ ചക്ക കറിയുടെ ഒരു ഫൈനൽ ലുക്ക്. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ രുചിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ ഇന്ന് ട്രൈ ചെയ്യുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്താനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു മുള്ളൻചക്കയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് വിളഞ്ഞ മുള്ളൻചക്ക വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ. മുള്ളൻചക്ക വിളവെത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മുള്ളെല്ലാം ഒന്ന് അകലത്തിലായി വരും. ആ ഒരു പരുവത്തിലുള്ളതായിരിക്കണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇത് ഏകദേശം 1/2 കിലോഗ്രാമോളം വെയിറ്റ് ഉള്ളതാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. മുള്ളൻചക്കയെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് അതിലെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിനായിട്ട് ഈ കറിയിലോട്ടായിട്ട് മുറിച്ചെടുക്കാനായിട്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. അല്ലാത്ത പക്ഷം ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് ഈ മുള്ളൻചക്കയെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കറിലാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ചട്ടിയിൽ വെച്ചിട്ടും വേവിച്ചെടുക്കാം. ഞാനിത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം കുക്കറിലോട്ട് ആഡ് ചെയ്ത് അതിലോട്ട് ഒരു ചെറിയ തക്കാളി ഈ കാണുന്ന രീതിയിൽ മുറിച്ചെടുത്ത് അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എരിവിനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ നല്ല വറുത്തെടുത്ത മല്ലിപ്പൊടിയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് വറുത്ത മല്ലിപ്പൊടി വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വെന്ത് കിട്ടണമല്ലോ, അതിനായിട്ടുള്ള വെള്ളമാണ് ഞാൻ ഈ സമയം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഏകദേശം 1 കപ്പോളം വെള്ളമാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കൂടുതലായിട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഐറ്റംസ് ആണ്. അപ്പം ഞാനിതിന് ഒരു വിസിൽ വരുന്നത് വരെ പെട്ടെന്ന് തന്നെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്. അല്ലാത്തവർക്ക് ഇത് ചട്ടിയിൽ വേവിച്ചെടുത്താലും മതിയാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഐറ്റംസ് ആണ്. ഇപ്പോൾ എനിക്കിത് ഒരു വിസിൽ വന്ന് ഞാനിതിനെ ഓഫാക്കി വെച്ച് ഇതിലെ ആവിയെല്ലാം കളഞ്ഞ് ഞാനൊന്ന് തുറന്നു നോക്കി. എനിക്കിത് നന്നായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്കിത് കിട്ടിയിട്ടുണ്ട്. ഒരൊറ്റ വിസിൽ വന്നപ്പോൾ തന്നെ എനിക്കിത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് എനിക്കിത് വെന്ത് കിട്ടിയത്. കൂടുതൽ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ഇതിലോട്ടായിട്ട് ഒരു അരപ്പുണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു കാസ്റ്റ് ആൻഡ് ചീനച്ചട്ടിയാണ് ഈ സമയം അടുപ്പിലോട്ട് വെച്ചത്. അതിലോട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പെരിഞ്ചീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ആ സമയം നമുക്കതിലോട്ട് കുറച്ചധികം ചുവന്നുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇതുവരെ ഉള്ളിയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ സമയത്താണ് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ ഉള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതേസമയം തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 8 വെളുത്തുള്ളിയോളം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുവന്നുള്ളി ഞാനിവിടെ ഏകദേശം ഒരു 12 ചുവന്നുള്ളിയോളം ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഒരു 2 കപ്പോളം തേങ്ങ ചിരവിയതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ചിരവിയതും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ കറി കഴിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്.
ഇനി ഞാൻ ഈ തേങ്ങയെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഒരു രീതിയിലാണ് ഞാനിതിനെ വറുത്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ കൈവിടാതെ വറുത്തെടുക്കണം. എന്നാലേ നമുക്കിത് നന്നായിട്ട് തന്നെ വറവായി കിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടണം. കരിയാത്ത രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കിത് വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോയാൽ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റും മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയം കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ എനിക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒരു പ്ലേറ്റിലോട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചു. ഇപ്പോൾ ഞാനിതിനെ വീണ്ടും നമ്മുടെ അടുപ്പിലോട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മുള്ളൻചക്ക വെന്തമുണ്ടല്ലോ, അത് വീണ്ടും ഗ്യാസ് അടുപ്പിലോട്ട് മാറ്റി വെച്ച് അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ അരപ്പുണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഞാൻ അതിനെ അരച്ചെടുത്തിട്ടുള്ളത്. നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് വേണം നമ്മളിതിനെ അരച്ചെടുക്കാനായിട്ട്. ഇത് തരിയൊന്നും ഉണ്ടാവരുത്. ഇതുപോലെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത് നമുക്കിതിലോട്ട് ആഡാക്കി കൊടുക്കാം. ഇതുപോലെ ഇത് കണ്ടോ, ഈ ഒരു കളറിലാണ് നമുക്കിതിപ്പോൾ കിട്ടിയത്. പക്ഷേ ഇത് കറിയായി വരുമ്പോൾ നല്ലൊരു കളറാവും കേട്ടോ. നല്ലൊരു മണമാണ് ഇത് അരച്ചെടുത്തപ്പോൾ തന്നെ. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ചൂടുവെള്ളമാണ് കേട്ടോ ആഡാക്കി കൊടുക്കുന്നത്. ഈ മിക്സിയുടെ ജാറിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഈ കാണുന്ന രീതിയിൽ ചുഴറ്റി ഒഴിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ സമയത്ത് നമുക്ക് എത്രത്തോളം കറി വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്കിതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ കട്ടി കൂട്ടുകയോ അല്ലെങ്കിൽ കുറക്കുകയോ എല്ലാം ചെയ്യാം. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ഇതിനെ തിളപ്പിച്ചെടുക്കണം. ഈ സമയം ഞാൻ ഇതിലോട്ട് കുറച്ചധികം കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന രീതിയിൽ കുറച്ചധികം കറിവേപ്പില ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ കറി കഴിക്കാനായിട്ട്. അപ്പോൾ ഈ കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. ഈ സമയത്ത് ചില ആളുകൾ ഇതിലോട്ട് കായത്തിൻ്റെ പൊടി ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കായത്തിൻ്റെ പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കായത്തിൻ്റെ പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. അതിലോട്ട് ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ നമുക്ക് ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഞാൻ ഇതിലോട്ടൊരു 1.25 ടീസ്പൂൺ അളവിൽ കടുകാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ അത് ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ വറവിട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് ചുവന്നുള്ളി ഉപയോഗിച്ചും വറവിട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ ചുവന്നുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ രീതിയിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കടുകെല്ലാം നല്ല രീതിയിൽ പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലോട്ട് കുറച്ചധികം കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ രീതിയിലാണ് നമ്മുടെ കറി ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുള്ളൻചക്ക വറുത്തരച്ച കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ നാടൻ കറി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും നിങ്ങൾക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ കറിയാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ഈ രീതിയിൽ നിങ്ങൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മുള്ളൻചക്ക കറി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്